നമസ്കാരം. റേക്കി ശാക്തയും പുതിയൊരു ധ്യാന പരിശീലന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക. റേക്കി നിരന്തരമായി പരിശീലിക്കുന്നവർക്ക് അത് അനുഭവവേദ്യമാകുന്ന സന്ദർഭങ്ങൾ കൈവരുന്നില്ല എന്നുള്ള സന്ദർഭത്തിൽ വീണ്ടും ഒരു ലളിതമായ പ്രാക്ടീസിലൂടെ നമുക്ക് റേക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള ഒരു പരിശീലന പദ്ധതിയാണ് പറയുന്നത്. ഏതവസ്ഥയിലാണെങ്കിലും ഈ റേക്കി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആൽഫയിലെത്തുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. മസ്തിഷ്കത്തിൻ്റെ ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഏതാണ്ട് 7-14 സൈക്കിൾസ് പെർ സെക്കൻഡിൽ എത്തിച്ചേരുന്നതിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബീറ്റ, അതായത് 14-21 സൈക്കിൾസ് പെർ സെക്കൻഡിലായിരിക്കും നമ്മളുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി നിലവിലുള്ളത്. അതിനെ മെല്ലെ റെഡ്യൂസ് ചെയ്ത് 7-14 സൈക്കിൾസ് പെർ സെക്കൻഡിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരാൾ ആൽഫയിലെത്തുന്നത്. അങ്ങനെ ആൽഫയിലെത്തുമ്പോഴാണ് ടൈം ആൻഡ് സ്പേസ് ബ്രേക്കിംഗ്. അവിടെ ഈ ആൽഫ എന്ന് പറയുന്ന ആ ഒരു പാരഡൈമിൽ ടൈം ആൻഡ് സ്പേസ് ഇല്ല. അങ്ങനത്തെ ഒരു സന്ദർഭമാണ് അവിടെ സംജാതമാകുന്നത്. ഓരോ മനുഷ്യനും 4 സെക്കൻഡിൽ 1 മൈക്രോ സെക്കൻഡ് ആൽഫയിലെത്തുന്നുണ്ട്. പിന്നെ 4 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 1 മൈക്രോ സെക്കൻഡ് ആൽഫയിലെത്തുന്നുണ്ട്. ആ സമയത്താണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ ആൽഫ നില കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളെയും പോസിറ്റീവായിട്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ആൽഫയുടെ താഴെ തീറ്റ എന്ന് പറയുന്ന സ്റ്റേജാണ്. അത് 7-4 സൈക്കിൾസ് പെർ സെക്കൻഡാണ് ഇൻ ബിറ്റ്വീൻ. അത് ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയാണ്. 4 താഴെ 0 വരുമ്പോഴാണ് ഡെൽറ്റ എന്ന് പറയുന്ന ഫ്രീക്വൻസി വരുന്നത്. അത് നമുക്ക് അധോബോധ തലമാണ്, അതായത് ഡെൽറ്റ സ്റ്റേജ്. അവിടെ ശരിക്കും ഗർഭസ്ഥ ശിശു അതുപോലെ വളരുന്നത് ഡെൽറ്റ സ്റ്റേജിലാണ്. അതുപോലെ അനസ്തേറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയും ഏതാണ്ട് ഡെൽറ്റ സ്റ്റേജിലേക്ക് ഒരാൾ മൂവ് ആകുന്ന സന്ദർഭമാണ്. അപ്പോൾ ആൽഫയിലെത്തി ആണ് രോഗം സുഖം പ്രാപിക്കുന്നത്. അതായത് മരുന്ന് കഴിച്ചാലും ഏതാണ്ട് 7.8 ഹെർട്സിലേക്ക് ഒരു രോഗി ക്രമേണ അദ്ദേഹത്തിൻ്റെ ഈ വൈബ്രേഷൻ, ബ്രെയിൻ വേവ് വൈബ്രേഷൻ താഴ്ന്നു വരും. ആ ഒരു സന്ദർഭത്തിലാണ് ഈ രോഗം ഡിസപ്പിയർഡ് ആകുന്നത്, ബോഡിയിൽ നിന്ന് ഡിസപ്പിയർഡ് ആകുന്നത്. അപ്പോൾ ശരിക്കും ഈ മസ്തിഷ്കത്തിൻ്റെ സ്പന്ദ വേഗതയെ ക്രമീകരിക്കൽ അനിവാര്യമാണ്. ഇത് ധ്യാനത്തിനാണെങ്കിലും മെഡിക്കേഷനാണെങ്കിലും മരുന്ന് കഴിക്കുമ്പോഴാണെങ്കിലും. അതുപോലെ ഒരാൾക്ക് സ്വകീയത കൈവരിക്കുന്നതിന് ഈ ആൽഫ നില അത്യന്താപേക്ഷിതമാണ്. ഈ എല്ലാ സ്ട്രെസ്സുകളും ടെൻഷൻസും പിരിമുറുക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത് ബീറ്റയിൽ മാത്രം നമ്മൾ ജീവിച്ചു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എനി ടൈം നമുക്ക് സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ നമ്മളൊരു സ്പേസ്, ഇടമുണ്ടാക്കുക, ധ്യാനത്തിൻ്റേതായിട്ടുള്ള ഇടമുണ്ടാക്കി ആൽഫയിലേക്ക് വരിക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള മുഖ്യ ലക്ഷ്യം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുള്ള റെയിൻബോ റേക്കിയുടെ ധ്യാനം നാം ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൽഫ നില കൈവരിക്കാൻ സാധിക്കും. അത് ഹേലോ കീലോ മാനാഹോലോ സേഹേക്കി സോഹം 9 ടൈംസ് ചാൻറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ആൽഫയിലേക്ക് വരും. അതുകൂടാതെ ആൽഫയിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു റൊട്ടീൻ പ്രാക്ടീസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ കണ്ണടച്ച് ഐസ് ക്ലോസ്ഡ്, അതായത് കണ്ണടച്ച് പുരിക മധ്യത്തിൽ ശ്രദ്ധിച്ച് മെല്ലെ 100 മുതൽ 1 വരെ താഴേക്ക് 1 സെക്കൻഡ് ഇടയിട്ട് എണ്ണി വരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90
89, 88, 87, 86, 85, 84, 83, 82, 81, 80, 79, 78, 77, 76, 75, 74, 73, 72, 71, 70, 69, 68, 67, 66, 65, 64, 63, 62, 61, 60, 59, 58, 57, 56, 55, 54, 53, 52, 51, 50, 49, 48, 47, 46, 45, 44, 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 33, 32, 31, 30, 29, 28, 27, 26, 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 100 മുതൽ 1 വരെ തെറ്റുകൂടാതെ നമുക്ക് എണ്ണാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു സ്പേസ്, ഇടം, ധ്യാനത്തിനുള്ള ഇടം ഉണ്ടാകുന്നത്. തെറ്റിപ്പോകാതെ എണ്ണാൻ പഠിക്കുന്നതാണ് ആദ്യത്തെ പ്രക്രിയ. 1 സെക്കൻഡ് ഇടയിട്ട് 100 മുതൽ 1 വരെ. പിന്നീട് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ 3, 2, 1 എന്നെണ്ണുമ്പോൾ തന്നെ നമ്മൾ ആൽഫയിലേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. അതിനുശേഷം നമ്മൾ നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഒബ്സർവ് ചെയ്യുക. അതായത് തലയുടെ വലത് ഭാഗം കൊണ്ട് നമ്മൾ നിരീക്ഷിക്കുക. പുറം ലോകത്തെ നിരീക്ഷിക്കുക, അകത്തെ നിരീക്ഷിക്കുക, നമ്മളുടെ ഓറയെ നിരീക്ഷിക്കുക, ചക്രങ്ങളെ നിരീക്ഷിക്കുക. ഇതാണ് രണ്ടാമത്തെ പടി. പിന്നെ തല മുതൽ പാദം വരെ നമ്മൾ വിശ്രാന്തിയിൽ അയച്ച് റിലാക്സേഷൻ പോസ്ചറിലേക്ക് വന്നു ചേരുന്നു. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ഫുൾ സൈസ് മിറർ വിഷ്വലൈസ് ചെയ്യുക കണ്ണാടിയിൽ. ആ കണ്ണാടിയിൽ നിങ്ങളുടെ രൂപത്തെ നിങ്ങൾ കാണുക. രൂപത്തെ കണ്ടല്ലോ. രൂപം അല്പസമയം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഓറ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു. നിങ്ങൾ രൂപത്തെ നോക്കി മെല്ലെ സ്മൈൽ ചെയ്യുക. രൂപം ആ സമയം നിങ്ങളെ നോക്കി ചിരിക്കുന്നു. ആ സമയം പറയുക രൂപത്തോട്, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. വീണ്ടും പറയുക രൂപത്തോട്, യു ആർ ഓക്കെ, യു ആർ ഓക്കെ, യു ആർ ഓക്കെ. അതിനുശേഷം നിങ്ങൾ വീണ്ടും മറ്റൊരു ധ്യാനം റെയ്ക്കി ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്നോട് നന്ദി, നെഞ്ചിൽ കൈവച്ചിട്ട് എന്നോട് നന്ദി, റെയ്ക്കിയോട് നന്ദി, എന്നോട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് പ്രാപഞ്ചിക പ്രാണൻ നിങ്ങളുടെ സഹസ്രാരപത്മത്തിലൂടെ വന്ന്, ആജ്ഞാചക്രത്തിൽ വന്ന്, വിശുദ്ധി ചക്രത്തിൽ വന്ന്, അനാഹതം ഹാർട്ട് ചക്രയിൽ വന്ന് 2 കൈയിലേക്കും വരുന്നു. ആ കൈകൾ ഇങ്ങനെ പരസ്പരം അഭിമുഖമായിട്ട് ഒരു 20 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ടിങ്ങനെ മെല്ലെ അടുപ്പിക്കുകയും അകത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ കൈകൾക്കുള്ളിൽ ഈ എനർജി വന്ന് നിറയുന്ന ഒരു പുള്ളിങ് ആൻഡ് പുഷിങ് സെൻസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ അനുഭവപ്പെടും. ഇങ്ങനെ അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ പോയിന്റിലാണ് കൈവയ്ക്കുന്നത്. ഉണ്ടോ? ഐസ് ആൻഡ് സൈനസ് ഏരിയ. ഞാൻ എന്നോട് നന്ദി, റെയ്ക്കിയോട് നന്ദി, എന്നോട് നന്ദി എന്ന് വീണ്ടും പറയുക. പിന്നെ കൈയെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു പിരമിഡിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതായത് തൊട്ട് മുമ്പിൽ ഒരു ത്രികോണം വരച്ച്, അതായത് മുകളിൽ നിന്ന് താഴേക്കൊരു രേഖ, പിന്നെ ഭൂമിയിലൂടെ ഒരു രേഖ റൈറ്റിലേക്ക്, പിന്നെ മുകളിലേക്ക്. അപ്പോൾ ഒരു ത്രികോണമായി. അങ്ങനെ വലതുവശത്തും മറ്റൊരു ത്രികോണം വരയ്ക്കുക.
അപ്പോൾ 2 ത്രികോണമായി. പിൻഭാഗത്തും ഒരു ത്രികോണം വരയ്ക്കുക. അപ്പോൾ 3 ത്രികോണമായി. ഇടത് ഭാഗത്തും ഒരു ത്രികോണം വരയ്ക്കുക. അപ്പോൾ 4 ത്രികോണങ്ങൾ ചേരുന്ന ഒരു പിരമിഡായി. ആ പിരമിഡ് ഒരു കവചമായിട്ട് നിങ്ങളിൽ നിൽക്കുന്നു. പിരമിഡിൻ്റെ ഉള്ളിലാണ് നിങ്ങളിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതിനുശേഷം നമ്മൾ സങ്കല്പിക്കുക, നമ്മളുടെ ഓറ ഭൂമിയുടെ ഓറ. ഭൂമിക്ക് ഓറയുണ്ട് 7 ലെയർ. നമുക്കും 7 ലെയർ ഓറയുണ്ട്. യൂണിവേഴ്സൽ എനർജി ഫീൽഡിൻ്റെ ഓറയുണ്ട്. അങ്ങനെ 21 പാളികളും ഓവർലാപ്പായി കിടക്കുന്ന ഒരു ബൃഹത്തായ ഒരു മണ്ഡലം അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഒരു സ്പേസ്, ഇടം, ധ്യാനത്തിൻ്റെ സ്പേസ്, റേക്കി ചെയ്യുന്നതിനുള്ള സ്പേസ്, ഷവറിങ്, എനർജി ഷവർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സ്പേസാണിത്. എന്നിട്ട് ഈ ത്രികോണം 4 ചേർന്ന പിരമിഡിൻ്റെ കൂർത്ത അഗ്രത്തിൽ നമ്മളൊരു ഗോൾഡൻ സർക്കിളിനെ വിഷ്വലൈസ് ചെയ്യുക. ഗോൾഡൻ സർക്കിൾ അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്നു പിരമിഡിൻ്റെ മുകളിൽ. അതിൽ നിന്ന് റെയിൻബോ പ്രവാഹം പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ചാൻഡ് ചെയ്യുക, ഹേലോ കീലോ മാനവഹോലോ സേഹേ കി സോഹം, ഹേലോ കീലോ മാനവഹോലോ സേഹേ കി സോഹം, ഹേലോ കീലോ മാനവഹോലോ സേഹേ കി സോഹം. ഇപ്പോൾ മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കുക, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്. ഞാൻ സുരക്ഷിതയാണ് എന്ന് തീരുമാനിക്കുക. എന്നിലേക്ക് വരുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ്. എന്നിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ്. ഗീവ് താങ്ക്സ് ഓൾ ദി റേക്കി മാസ്റ്റേഴ്സ്, ഏഞ്ചലിറ്റിക് ഫോഴ്സ്, ആർക്കേഞ്ചൽസ് ആൻഡ് ഓൾ ഡൈറ്റീസ്. അപ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളെയും ഇതേ രീതിയിൽ പിരമിഡിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ വീട് നിങ്ങൾക്കിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കൃഷിയിടം, കച്ചവട സ്ഥാപനം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലം എല്ലാം ഇങ്ങനെ പ്രൊട്ടക്ഷനിലാക്കി എടുക്കാൻ പറ്റും. എനർജി പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നതിന്. അതുപോലെ ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ ആ രോഗിയെയും ഇതേ രീതിയിൽ പിരമിഡിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ഷനാക്കി നിർത്തുക. എന്നിട്ട് രോഗിയിലേക്ക് കൈകൾ അഭിമുഖമായിട്ട് പിടിക്കുക. പിന്നെ റേക്കി DRL വിളിക്കുക, അതായത് ഡിവൈൻ റേക്കി ലൈറ്റ്. അല്ലയോ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളെ, എന്നെയും ഈ പ്രകൃതിയെയും ഈ മുഴുപ്രപഞ്ചത്തെയും ശുദ്ധീകരിക്കുന്നതിന് എന്നിലേക്ക് DR ഡിവൈൻ റേക്കി ലൈറ്റ് അയച്ചു തന്നാലും. അപ്പോൾ ഡിവൈൻ റേക്കി ലൈറ്റ് സഹസ്രാരത്തിൽ വന്ന് അത് ആഗ്നയിലേക്കൂടെ പാസ് ചെയ്ത് വന്ന് അനാഹതം വരെ എത്തുന്നു. എന്നിട്ട് അനാഹതത്തിൽ നിന്നത് മെല്ലെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ അനാഹതത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ DRL ഡിവൈൻ റേക്കി ലൈറ്റ് ഒരു രോഗി ഇരിക്കുകയാണെങ്കിൽ ആ രോഗിയെ ഒരു വൃത്തത്തിൽ കാണുക. ആ വൃത്തത്തിൽ രോഗി ഇരിക്കുന്നു, റേക്കി വൃത്തത്തിലിരിക്കുന്നു ഗോൾഡൻ സർക്കിളിൽ. ആ വൃത്തത്തിലേക്ക് ഈ DRL ഇങ്ങനെ വന്ന് ചെന്ന് വീണുകൊണ്ടിരിക്കുന്നു, നിറഞ്ഞ്. അങ്ങനെ ആ രോഗിയെ ശുദ്ധീകരിക്കാൻ DRLനോട് ആവശ്യപ്പെടുക. അതുപോലെ നമ്മൾക്ക് ഏതെങ്കിലും എവിടെയാണോ ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമുള്ളത് അവിടം ശുദ്ധീകരിക്കാൻ, വീടാണെങ്കിൽ വീട് ശുദ്ധീകരിക്കാൻ DRL കൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിക്കും. ഒരു വൃത്തത്തിനകത്തായിട്ട് ഗോൾഡൻ സർക്കിളിനകത്താക്കിയിട്ട് അതിനകത്ത് DRL ചെന്ന് വീഴുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക. ഇനി നിങ്ങൾ വീണ്ടും ഈ ആൽഫ നിലയിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു സ്നോവി ഈവനിങ്ങിലാണെന്ന്, ഇമാജിനറി ഗാർഡനിലാണെന്ന് സങ്കല്പിക്കുക. അതായത് ഔട്ടർ സ്പേസിലേക്ക് നിങ്ങൾ പോകുന്നു. അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ വീടും പരിസരവും അതിന് മേലെ 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 ഇങ്ങനെ നിങ്ങളിങ്ങനെ ആസ്ട്രൽ ട്രാവലിങ് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക, ഒരു വ്യോമയാത്രയായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളൊരു മിൽക്കി വേയുടെ മേലെയായിട്ടൊരു സ്പേസ്, നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഇടമാണ്. അവിടെ ഒരു ഇമാജിനറി ഗാർഡൻ വിഷ്വലൈസ് ചെയ്യുക. ഗാർഡനിൽ
സ്നോവി ഈവനിങ് ആണ്, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ആയിട്ട് സങ്കല്പിക്കുക, കാണുക, അവിടെ ഫീൽ ചെയ്യുക ആ സമയത്തത്. സ്നോവി ഈവനിങ്. ആ സ്നോവി ഈവനിങ്ങിൽ നിങ്ങൾ ഒരു തടാകം അവിടെയുണ്ട്. ആ തടാകത്തിൽ ജലത്തിൻ്റെ ഓളപ്പരപ്പിൽ നിങ്ങളെ ഇങ്ങനെ നോക്കുക, നിങ്ങളുടെ ഇമേജ് നോക്കുക. അവിടെ അതിങ്ങനെ നീളം വച്ചിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുക. എന്നിട്ട് ആ രൂപത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയുക, നിങ്ങളുടെ ഇമേജിനെ, നിഴലിനെ നോക്കിയിട്ട് നിങ്ങൾ പറയുക, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു 3 പ്രാവശ്യം. അതിനുശേഷം നിങ്ങളൊരു കസേരയിലിരിക്കുന്നതായിട്ടോ ഇല്ലെങ്കിൽ ആ മനോഹരമായ ഗാർഡനിൽ ശവാസനത്തിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടോ കാണുക. നിങ്ങളെ തന്നെ കാണുക, സങ്കല്പിക്കുക. ഇപ്പോൾ റൈക്കിയുടെ DRL നിങ്ങളുടെ കൂടെ ഉണ്ട്. കൈകൾക്കുള്ളിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ ഓറയും ചക്രങ്ങളും അതുപോലെ ഭൂമിയുടെ ഓറയും യൂണിവേഴ്സൽ ഓറയായിട്ട് അത് മെർജ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങളൊരു കളർഫുൾ ട്രാൻസ്പെറൻറ്റ് ബോഡി ആയിട്ടാണ് നിൽക്കുന്നത്, ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ട്. ഇനി ധ്യാനത്തിന് ഏകാഗ്രത കൊണ്ടുവരുന്നതിനായിട്ട് ആ ഗാർഡനിൽ ഒരു ചെടി മാത്രം കാണുക. ആ ചെടിയിൽ ഒരു പൂമുട്ട് വിരിഞ്ഞു വരുന്നതായിട്ട് കാണുക. അങ്ങനെ വിരിഞ്ഞു വരുന്ന ആ പൂമുട്ടിൽ മഞ്ഞുതുള്ളി ഇറ്റിരിക്കുന്നതായിട്ട് കാണുക. ഇനി ഇറ്റിരിക്കുന്ന മഞ്ഞുതുള്ളിയിൽ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ റേസ് ഇങ്ങനെ വന്ന് അതിൽ കൊള്ളുന്നു. സൂര്യപ്രകാശം പൂമുട്ടിൽ വന്ന് വീഴുമ്പോൾ, ആ മഞ്ഞുതുള്ളിയിൽ വന്ന് വീഴുമ്പോൾ, ആ മഞ്ഞുതുള്ളിയിൽ നിന്ന് റെയിൻബോ പ്രവാഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുക, നിങ്ങളിലേക്ക് വന്നു നിറയുന്നു. തത്സമയം ചാൻറ്റ് ചെയ്യുക, ഹേലോ കീലോ മാനാ ഹോലോ സേഹേ കീ സോഹം, ഹേലോ കീലോ മാനാ ഹോലോ സേഹേ കീ സോഹം, ഹേലോ കീലോ മാനാ ഹോലോ സേഹേ കീ സോഹം, ഹേലോ കീലോ മാനാ ഹോലോ സേഹേ കീ സോഹം. ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കോയിൻ, ആ കോയിൻ നിങ്ങൾ കയ്യിൽ വയ്ക്കുക. അതിന് മേലെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 റിങ് ലൈറ്റ് വരയ്ക്കുക. അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആണെങ്കിൽ മേലെ 3 റിങ് ലൈറ്റ് വരയ്ക്കുക. എന്നിട്ട് ഈ ക്രിസ്റ്റൽ എനിക്ക് ഹീലിങ്ങിനായിട്ട്, അല്ലെങ്കിൽ ഈ കോയിൻ എനിക്ക് ഹീലിങ്ങിനായിട്ട് ശാക്തീകരിക്കാൻ ആവശ്യപ്പെടുക റെയിൻബോ എനർജിയോട്. അപ്പോൾ അതിനകത്തത് ചാർജ്ഡ് ആവും. ചാർജായി ഫില്ലായി കഴിയുമ്പോൾ തിരിച്ച് ക്ലോക്ക് വൈസിൽ 3 റിങ് മേലെ വയ്ക്കുക. അങ്ങനെ അതൊരു അറ്റ്യൂൺഡ് ക്രിസ്റ്റൽ ഓർ സ്റ്റോൺ ഓർ കോയിനായി. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ധ്യാനിക്കാനോ അല്ലെങ്കിൽ റേക്ക് ചെയ്യാനോ സാധിക്കാതെ വരുന്നൊരു സന്ദർഭം സംജാതമായിട്ടുണ്ടെങ്കിൽ ഈ കോയിൻ ഈ രോഗിയുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടി ഈ രോഗമുള്ള ഭാഗത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് സുഖമുണ്ടാകുന്നതാണ്. ആ ഹീലിംഗ് സ്റ്റോൺ ആക്ടിവേഷനാണ് അത് ചെയ്തത്. അപ്പോൾ ഹേലോ കീലോ മാനാ ഹോലോ സേഹേ കീ സോഹം 9 times ചാൻറ്റ് ചെയ്യുക. അപ്പോൾ റെയിൻബോ ഈ മഞ്ഞുതുള്ളിയിൽ നിന്ന് നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജെന്റിൽ ബ്രീസ്, ഇളങ്കാറ്റ്. അത് നിങ്ങളെ ഇങ്ങനെ തഴുകി തലോടി ഇങ്ങനെ കടന്നു പോകും. ആ സമയത്ത് നിങ്ങൾക്ക്
ഒരു ഗന്ധം മെല്ലെ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യുക, വലിച്ചെടുക്കുക. മഞ്ഞളിൻ്റെ ഗന്ധം, ടർമറിക്. അതിങ്ങനെ സ്വാംശീകരിച്ചെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവം പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾക്കത് വന്നു ചേരും, ഒരു സിദ്ധിയായിട്ട് അത് വന്നു ചേരും. അത് കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് അത് കൂടുതലായിട്ട് വരുന്നത്. കുണ്ടലിനി എന്താണെന്നറിയാലോ? മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തുരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാസ്ത രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭി വർഷിണി തടില്ലാത സമരുചി ഷട്ചക്രോ പരിസംസ്ഥിത മഹാസഖ്യ കുണ്ടലിനി ബിസന്ധുതനീയസി. അതാണ് കുണ്ടലിനിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അങ്ങനെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ലളിതമായ പ്രാക്ടീസാണ്, ആൽഫ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഇനി പ്രോബ്ലം സോൾവിങ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എപ്പോഴും സംഭവിക്കാം പല രീതിയിലുള്ള. ഇൻസ്റ്റൻ്റായിട്ട് അതിനെ ഹീൽ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു മിറക്കിൾ ഹീലിംഗ് സംഭവിക്കാൻ നമുക്കതിന് ചെയ്യാവുന്നത്, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ് ഈ ഗാർഡനിൽ ഇരുന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്യുക. റൈറ്റ് സൈഡിലൊരു മോണിറ്റർ കാണുക. നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്ത് റൈറ്റ് സൈഡിൽ വേറൊരു കമ്പ്യൂട്ടറിലെ മോണിറ്ററിലേക്ക് അത് മാറിപ്പോയതായിട്ട് കാണുന്നു. പിന്നെ അതിനെ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ അത് പ്രോഗ്രാം ചെയ്യുക, അതിനെ അപ്ലോഡ് ചെയ്യുക. അവിടെയാണ്, സൂപ്പർ കമ്പ്യൂട്ടറിലാണ് എല്ലാ പ്രശ്നങ്ങളും നിർദ്ധാരണം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ലോകത്തിൽ മനുഷ്യന് അല്ലെങ്കിൽ ജീവികളെയൊക്കെ എന്തിനേയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ക്രിയേറ്ററാണ്. ആ ക്രിയേറ്റർ ആണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെ മൂലകാരണത്തിലൂടെ പരിഹരിക്കപ്പെടുന്നതിന് ഈ ക്രിയേറ്ററുടെ മുമ്പിലേക്ക് ഈ പ്രോബ്ലം സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ മെത്തേഡാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡിൽ നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് സൈഡ് ഒരു മോണിറ്ററിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണുക. പിന്നെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് അതിനെ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. അത് സൂപ്പർ കമ്പ്യൂട്ടർ, അതായത് ക്രിയേറ്റർ, അതിൻ്റെ ഭാഗം നിർണ്ണയിച്ചുകൊള്ളും. അപ്പോൾ നിങ്ങളൊരു കോ ക്രിയേറ്റർ ആവുകയാണ്. നിങ്ങളൊരു പ്രശ്നം ക്രിയേറ്ററുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോ ക്രിയേറ്ററായിട്ട് മാറി. എന്നിട്ട് മെല്ലെ ചാൻഡ് ചെയ്യുക, ഹേലോ കീലോ മാനാഹോലോ സേഹേക്കി സോഹം 9 times ചാൻഡ് ചെയ്യുക. അങ്ങനെ ആൽഫയിൽ എനിക്ക് 3 മുതൽ 1 വരെ എണ്ണാൻ സാധിക്കുമ്പോഴേക്കും ആൽഫയിൽ ഞാൻ എത്തിച്ചേരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ വീണ്ടും പുറത്തു വരിക. ഈ സമയം അപ്പോഴും നിങ്ങളിൽ കൈകൾക്കുള്ളിൽ ഒരു ശക്തി എപ്പോഴും ഇങ്ങനെ HSP, ഹ്യൂമൻ സെൻസറി പെർസെപ്ഷൻ, അതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അത് കൈകൾ കൂട്ടിത്തിരുമുക, റേക്കിയോട് നന്ദി പറയുക, DRLനോട് നന്ദി പറയുക, അതിനെ അയച്ചു തന്നതിന് നന്ദി പറയുക, പ്രഭവസ്ഥാനത്തേക്ക് മടങ്ങാൻ അഭ്യർത്ഥിക്കുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.